പിടയുന്നൊരെന്റെ ജീവനിൽ കിനാവു തന്ന കൺമണി നീയില്ല എങ്കിലെന്നിലെ പ്രകാശമേ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനും എൻ്റെ ഫാമിലിയും കൂടെ ഒരു 1 day സ്റ്റേക്കേഷന് വേണ്ടി പോണേണ്. അത്ര ദൂരം ഒന്നുമല്ല, എറണാകുളത്ത് തന്നെ. ഇതിനോടകം നിങ്ങൾ എന്റെ ഗെറ്റ് റെഡി വിത്ത് മീ കണ്ടിട്ടുണ്ടോ? എന്റെ വ്ളോഗ്സ് ഒക്കെ സ്ഥിരമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ഈ ഒരു സ്ഥലം നിങ്ങൾ എന്റെ വ്ളോഗിൽ കണ്ടിട്ടുണ്ട്. 2-3 വട്ടം നമ്മളോട് ഡിന്നർ കഴിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. യെസ്, അപ്പൊ ഇത് കൊച്ചി ലീ മെറിഡിയൻ ആണ്. നമ്മൾ വന്ന ടൈമിൽ ഏതോ ഒരു മന്ത്രി അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ അവര് കാറ് കണ്ടായിരുന്നു. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഈ ഒരു സ്റ്റേക്ക് വേണ്ടിയിട്ട്. ഓരോ തവണ നമ്മൾ ഡിന്നർ കഴിക്കാൻ വരുമ്പോൾ ഞാൻ എപ്പോഴും ആലോചിക്കും എപ്പോഴാണ് നമ്മൾ സ്റ്റേ ചെയ്യാൻ വന്നതെന്ന്. ചെക്കിങ് കഴിഞ്ഞപ്പോൾ തന്നെ ഞാനും വാപ്പയും കൂടെ മുകളിലോട്ട് കയറി. നമ്മളുടെ ലഗേജസ് ഒക്കെ അവരെന്നെ കൊണ്ടുവന്നോളൂ. ലീ മെറിഡിയന്റെ 3rd ഫ്ലോറിലായിരുന്നു ഞങ്ങൾ. അങ്ങനെ അവിടെ നോക്കുമ്പോൾ നമുക്ക് ക്രൗൺ പ്ലാസ കാണാറുണ്ട്. പിന്നെ ഈ പയ്യൻ കൊണ്ടുവന്നത് എന്റെ വാട്ടർ ബോട്ടിലാണ്. ഞാനത് കാറിൽ നിന്ന് എടുക്കാൻ വിട്ടുപോയി. 2 റൂമാണ്ടോ ഞങ്ങൾ എടുത്തത്. ഒരു റൂമില് വാപ്പയും അക്കറും കൂടെ സെറ്റിലായി. അപ്പൊ ഇതാണ് ഞങ്ങൾ ആദ്യം തുറന്നത്, ആദ്യത്തെ മുറി. അത്യാവശ്യം നല്ല സ്പേഷ്യസും നല്ലൊരു വ്യൂ ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഇങ്ങനത്തെ റൂംസിലൊക്കെ താമസിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇന്റർനാഷണൽ ട്രിപ്പ് അല്ലാണ്ട് ഞാനും ആദ്യം കൂടെ ഒറ്റക്ക് ട്രിപ്പ് ഒന്നും പോയിട്ടില്ല. വേറെ കല്യാണം കഴിഞ്ഞവരുടെ അതിന്റെ ഫാമിലിനായിട്ട് ഒരു ട്രിപ്പ് പോയതല്ലാണ്ട് ഇവിടെ അടുത്തൊന്നും ഞാൻ അങ്ങനെ ട്രിപ്പ് പോയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ സ്റ്റേക്കേഷനൊക്കെ എനിക്ക് ഭയങ്കര സ്പെഷ്യലാണ്. പിന്നെ വീഡിയോസ് ഒക്കെ എടുക്കാൻ നല്ല ആംബിയൻസും ഉണ്ടല്ലോ. റൂമിലാണെങ്കിൽ നല്ല ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ നിന്നുള്ള വ്യൂ നമുക്ക് നേരെ സ്വിമ്മിംഗ് പൂളിലോട്ടാണ് കേട്ടോ. പിന്നെ ഞാൻ ആഗ്രഹിച്ച ഒരു സാധനം എനിക്ക് കിട്ടി, ബാറ്റബ്. പക്ഷെ എന്തുകൊണ്ടാണെന്നോ എനിക്കത് യൂസ് ചെയ്യാൻ പറ്റില്ല. ഇന്നത്തെ മേക്കപ്പിൽ ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. ഞാൻ സുഡിയോന്ന് വാങ്ങിയ ഈ ഒരു കോഡ് സെറ്റ് ആണ് ഞാൻ അവിടെ ഇട്ടോണ്ട് നടക്കാൻ വേണ്ടി കൊണ്ടുവന്നത്. വൈകുന്നേരം ആയപ്പോഴത്തേക്കും നമ്മൾ ജിമ്മിൽ പോവാന്ന് വിചാരിച്ചു. ഇവിടെ ഉണ്ട് നമ്മളുടെ വർക്കൗട്ടും കാര്യങ്ങളൊന്നും നടന്നില്ല. പക്ഷെ നമ്മൾ കുറച്ച് കാർഡിയോ ചെയ്ത്. ഉമ്മ ഓൾറെഡി ജിമ്മിലൊക്കെ പോണ ഒരാളാണ് കേട്ടോ. വാപ്പി അങ്ങനല്ല. അക്കറും ആണെങ്കിലും ഡെയിലി ജിമ്മിൽ പോണ ആളാണ്. മാരിയറ്റില് ജിമ്മിന്റെ അത്രയും വലിയ അടിപൊളി ജിമ്മൊന്നും അല്ല കേട്ടോ ഇവിടെ ലീ മെറിഡിയനിൽ. കുറച്ചു നേരം അവിടെ വർക്കൗട്ട് ഒക്കെ ചെയ്ത് നിന്ന് പിന്നെ മരുപോരെ നമ്മൾ റൂമിൽ തന്നെ ഇരുന്ന് റെസ്റ്റ് ഒക്കെ എടുത്ത് അതിന് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോണേ. TV ഉള്ളതുകൊണ്ട് തന്നെ റൂമിലിരുന്ന് ടൈമൊക്കെ സ്പെൻഡ് ചെയ്യാനൊക്കെ ഉണ്ട് കേട്ടോ. പുറത്തിറങ്ങിയിട്ട് ഭയങ്കര കൺഫ്യൂഷൻ ആയിരുന്നു എവിടെ പോയി ഫുഡ് കഴിക്കും. പിന്നെ അങ്ങനെ കായലിൽ പോവാന്ന് വിചാരിച്ചു. ഇതിന് മുമ്പും ഇവിടെ വന്നിട്ടുള്ള വ്ളോഗ് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഉമ്മ ഈ കപ്പന്റെ ഐറ്റം കേട്ടോ പറഞ്ഞത്. പിന്നെ ഞങ്ങൾ അൽഫാം പിന്നെ ഫിഷ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ പൊറോട്ടയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊന്നും നമ്മൾ കഴിക്കണല്ലോ, നമ്മൾ ഡയറ്റിലാണല്ലോ. ഫുഡ് കഴിച്ചിട്ട് നമ്മൾ പൂളിൽ ഇറങ്ങാന്നുള്ള മൂഡിൽ നിൽക്കണായിരുന്നു. ഞാൻ പൂളിടാനുള്ള ഡ്രസ്സൊക്കെ ഇട്ട് അപ്പൊ തന്നെ മാറി. അവിടെ നോക്കാനായിട്ട് ഒരു മാതിരി മറ്റേ മണിച്ചിത്രത്താഴില്ല അതിലത്തെ മൂവിയിലത്തെ വീടൊക്കെ പോലെ. അങ്ങനെ പൂളിന്റെ അടുത്തേക്ക് എത്തി. പക്ഷെ എത്തിയപ്പോ അതാ അവിടുത്തെ സെക്യൂരിറ്റി ഗാർഡ് എന്ന് പറയുന്നത് പൂള് ക്ലോസ്ഡ് ആണ്. നമ്മളാകെ ചമ്മിപ്പോയി. എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു പൂളിൽ ഇറങ്ങണോന്നൊക്കെ. പക്ഷെ എന്ത് ചെയ്യാനാണ്, നടന്നില്ല. പിന്നെ അവിടെ പ്ലേ ഗ്രൗണ്ടിൽ കുറച്ചു നേരം കളിച്ചതിന് ശേഷം നമ്മൾ നേരെ റൂമിൽ പോയി കിടന്നുറങ്ങി. അടുത്ത ദിവസം രാവിലെ നല്ല അടിപൊളി ക്ലൈമറ്റ് ആയിരുന്നു. പല്ലിച്ചേനെ വേഗം ഓടി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിട്ട്. നമുക്ക് അവിടെ കോംപ്ലിമെന്ററി ഉണ്ട്. പിന്നെന്താന്ന് വെച്ചാലും നമ്മൾ ഡയറ്റിലായതുകൊണ്ട് തന്നെ ഫുഡൊക്കെ ഭയങ്കര ലിമിറ്റഡ് ആയിട്ട് കഴിക്കാൻ പറ്റുള്ളത്. ഇപ്പൊ ബ്രേക്ക്ഫാസ്റ്റിലാണെങ്കിലും അങ്ങനെ തന്നെയാണ്. ബ്രേക്ക്ഫാസ്റ്റിലും എല്ലാ ടൈപ്പ് ഓഫ് മെനു ഉണ്ട് കേട്ടോ. സാധാരണ വരുമ്പോൾ നമ്മൾ തിന്നുന്നത് മുതലാക്കിയിട്ടുണ്ടാവും. പക്ഷെ ഈ പ്രാവശ്യം എന്റെ അതിനെത്തിരി നഷ്ടത്തിലാണ്. പക്ഷെ മനസ്സിനെ അടക്കി വെച്ചേക്കണേണ്. കാരണം നമ്മളിപ്പോ എന്തെങ്കിലും കഴിച്ചാൽ നമ്മൾ ഇത്രയും ദിവസം കഷ്ടപ്പെട്ടത് വെറുതെ ആവും. അതുകൊണ്ട് തന്നെ ഹെൽത്തി ആയിട്ടുള്ളതിൽ ക്വാണ്ടിറ്റി കുറച്ചാണ് കഴിച്ചത്. പിന്നെ ഈ പ്രാവശ്യം അക്കുറ പോളിങ്ങിലാണ് കേട്ടോ. ബാക്കി 2-3 വട്ടം വന്നപ്പോഴും അക്കുറ അത്ര അധികം അങ്ങോട്ട് കഴിക്കുള്ളായിരുന്നു. പിന്നെ നേരെ ഇറങ്ങണത് പൂളിലോട്ടാണ് കേട്ടോ. രാവിലെ ആയിരുന്നിട്ട് അധികം വെയിലൊന്നും ഉണ്ടായിരുന്നില്ല. ഒട്ടും വെയിലൊന്നും ഉണ്ടായിരുന്നില്ല. നല്ല തണുപ്പ് തന്നെയായിരുന്നു വെള്ളത്തിൽ. പിന്നെ പൂളി കളിക്കണ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ എന്താന്ന് വെച്ചാല് പൂളിലൊക്കെ കളിച്ചതിന് വേഗം വന്ന് കുളിച്ച് ഫ്രഷ് ആയതിനു ശേഷം വേഗം ഇറങ്ങേണ്ടി വന്നു. കാരണം ഒരു 12 മണിക്ക് ചെക്ക് ഔട്ട് ചെയ്യണേ. നമ്മൾ ഇറങ്ങിയിട്ട് വേണം അടുത്ത ആൾക്കാർക്ക് കയറാൻ. ചെക്ക് ഔട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. കുറച്ചേരം അതിന് ചുറ്റിനും നടക്കുകയൊക്കെ ചെയ്ത് കുറെ ഫോട്ടോസ് ഒക്കെ എടുത്ത് കുറച്ചേരം അവിടെ സ്പെൻഡ് ചെയ്ത്. പിന്നെ ഞാൻ ഇട്ടോണ്ട് വന്ന ഡ്രസ്സ് തന്നെ ഉണ്ടോ തിരിച്ചിട്ടുണ്ടോ ഇത്. ഞാൻ മാത്രല്ല കേട്ടോ ആദ്യം. അതാവുമ്പോ പിന്നെ അത്രയും ഡ്രസ്സ് കൊണ്ടുവന്നാ മതിയല്ലോ. ഇതൊക്കെയാണ് എന്റെ ഈ ഒരു ഡേന്റെ സ്റ്റേക്കേഷൻ വ്ളോഗിലുള്ളത്. എന്റെ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. സോ ദാറ്റ്സ് ഇറ്റ്, ബൈ.